A camp had sufficient food for 400 soldiers for 20 days. A camp had sufficient food for 400 soldiers for 20 days. However, some soldiers escaped on the first day. Escaped on the first day only. However, some soldiers escaped on the first day only, and then the food lasted for 32 days. Find how many soldiers had escaped. A camp had sufficient food for 400 soldiers for 20 days. However, some soldiers escaped on the first day only, and then the food lasted for 32 days. Find how many soldiers had escaped. അപ്പൊ ആദ്യത്തെ ഇത്ര ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ ആൾക്കാർ ചാടിപ്പോയി അല്ലെ. ആദ്യത്തെ ദിവസം തന്നെ കുറച്ച് പേര് പോയി. അപ്പൊ നമുക്ക് ആൾക്കാരുടെ എണ്ണം ആണ് കണ്ടുപിടിക്കണം. എത്ര പേര് എസ്കേപ്പ് ചെയ്ത് പോയി എന്നുള്ളതാണ് കണ്ടുപിടിക്കുക. അപ്പൊ എത്ര പേര് റിമൈനിങ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് സോൾജേഴ്സിന്റെ എണ്ണം ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതേണ്ടതെന്നുള്ളത് ഓർക്കുക. കണ്ടുപിടിക്കേണ്ടത് സോൾജേഴ്സിന്റെ എണ്ണമാണ്. അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റ എടുത്താണെങ്കിൽ ഫോർ 20 days the food is sufficient for 400 soldiers. സോൾജേഴ്സിന്റെ എണ്ണം വേണം അവസാനം എഴുതാൻ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് 20 ദിവസമായിരുന്നുവെങ്കിൽ 400 സോൾജേഴ്സിന് ഉണ്ടായിരുന്നു. അപ്പൊ ഒറ്റ ദിവസമായിരുന്നുവെങ്കിൽ എത്ര സോൾജേഴ്സിന് വേണം? ഒറ്റ ദിവസം കൊണ്ട് ഇത് തീരണമെന്നുണ്ടെങ്കിൽ സോൾജേഴ്സിന്റെ എണ്ണം കൂടണ്ടേ? ഫോർ 1 day, 400 പേർക്ക് 20 ദിവസമുള്ള ഫുഡ് ഒറ്റ ദിവസം കൊണ്ട് തീരണമെന്നുണ്ടെങ്കിൽ സോൾജേഴ്സിന്റെ എണ്ണം 20 ഇരട്ടി വേണം. അപ്പൊ ഫോർ 1 day the food is sufficient for 400 into 20 soldiers. കാരണം നമുക്ക് 20 ദിവസം 400 പേർക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് അത് തീരണമെന്നുണ്ടെങ്കിൽ 20 ഇരട്ടി ആൾക്കാരുണ്ടെങ്കിൽ അല്ലേ അത് ഒറ്റ ദിവസം കൊണ്ട് തീരുവുള്ളൂ. സോ 1 day the food is sufficient for 400 into 20 soldiers ആണ്. അപ്പൊ ഇവിടെ തന്നേക്കുന്നത് കുറച്ച് പേര് പോയി കഴിഞ്ഞപ്പോൾ 32 ഡേയ്സിന് ഈ ഫുഡ് ലാസ്റ്റ് ചെയ്തു. അപ്പൊ 32 ഡേയ്സ് അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ചാടിപ്പോയി. അപ്പൊ നമ്മൾ കുറയ്ക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആദ്യത്തെ ദിവസം തന്നെ ആൾക്കാർ ചാടിപ്പോയത് കൊണ്ട് ഈ ഫുഡ് 32 ദിവസം തികഞ്ഞു. അപ്പൊ 32 ദിവസം ആയിരുന്നുവെങ്കിൽ എത്ര പേരുണ്ടായിരുന്നെങ്കിൽ 32 ദിവസം തികയും എന്നുള്ളത് കണ്ടുപിടിക്കാം. ഫോർ 32 days the food will be sufficient for എത്രയായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് ഒരു ദിവസമായിരുന്നുവെങ്കിൽ 400 into 20 സോൾജേഴ്സിന് പറ്റുമായിരുന്നു. പക്ഷെ അത് 32 ദിവസം തികഞ്ഞു. 32 ദിവസം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയേണ്ട. ഒറ്റ ദിവസം ഇത്ര പേർക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. ആ സാധനം 32 ദിവസം വരെ തികഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കുറയുക. അപ്പൊ നമ്മൾ അതിനെ ഈ 400 into 20 32 വെച്ച് ഡിവൈഡ് ചെയ്യണം. 400 into 20 divided by 32. 8 വെച്ച് ചെയ്യുമ്പം 8 4s are 32, 8 5s are 250 സോൾജേഴ്സ് ആണ്. അപ്പം
250 സോൾജേഴ്സിനാണ് ഈ 32 ഡേയ്സിന് ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 400 സോൾജേഴ്സ് ഉണ്ടായിരുന്നു. എസ്കേപ്പ് ചെയ്തവരുടെ എണ്ണമല്ലേ നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പൊ എസ്കേപ്പ് ചെയ്തിട്ട് മിച്ചമുള്ളതാണ് 250 ആൾക്കാർ. ഈ 250 ആൾക്കാർക്കാണ് 32 ദിവസത്തിന് തികയുന്നത്. Therefore, number of soldiers escaped. The number of soldiers escaped is equal to number of soldiers escape ചെയ്തതെന്ന് പറയുന്നത് 400 ആയിരുന്നു ടോട്ടല്. 250 പേർക്കുള്ളത് ഫുഡ് 32 ദിവസം തികയാന്ന് പറഞ്ഞാൽ 250 സോൾജേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എസ്കേപ്പ് ചെയ്തവരുടെ എണ്ണം 150 സോൾജേഴ്സ് ആണ്. 150 സോൾജേഴ്സ് ആണ്. അപ്പൊ ഒന്നും കൂടെ പറയാം. നമുക്ക് ക്യാമ്പിന് 400 പേർക്കുള്ള 20 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. കുറച്ച് പേര് ചാടിപ്പോയത് കൊണ്ട് ആ ഫുഡ് 32 ദിവസത്തേക്ക് തികഞ്ഞു. അപ്പൊ 20 ഡേയ്സിൽ 400 സോൾജേഴ്സിനുണ്ട്. അപ്പൊ ഒറ്റ ദിവസമായിരുന്നെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സോൾജേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഒറ്റ ദിവസം കൊണ്ട് തീരണമെന്നുണ്ടെങ്കിൽ അതിന്റെ 20 ഇരട്ടി ആൾക്കാർ വേണമായിരുന്നു. 400 into 20 സോൾജേഴ്സ് വേണമായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? 32 ദിവസമായിരുന്നുവെങ്കിൽ 32 വെച്ച് ഡിവൈഡ് ചെയ്യണം. 32 ദിവസം ഇത് തികയണമെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ച് സോൾജേഴ്സ് അല്ലേ പറ്റുള്ളൂ. അപ്പം 400 into 20 ഡിവൈഡ് ബൈ 32 ചെയ്യുമ്പോൾ 250 സോൾജേഴ്സ്. അപ്പം 250 സോൾജേഴ്സേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ 32 ദിവസത്തേക്ക്. അപ്പം എത്ര പേര് എസ്കേപ്പ് ചെയ്തു ആദ്യത്തെ ദിവസം കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ 400 ആയിരുന്നു, മിച്ചം ഉണ്ടായിരുന്നു 250. അപ്പം 150 സോൾജേഴ്സ് എസ്കേപ്പ് ചെയ്തെന്ന് കിട്ടും.